ഹായ് ഗേയ്സ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2026 എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു അടിപൊളി വർഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നിതാ മൈജിയിലേക്ക് വന്നതാണേ ഒരു വാഷിംഗ് മെഷീൻ എടുക്കാനായിട്ട്. എനിക്കല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ വാഷിംഗ് മെഷീനൊക്കെ സെലക്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ബിരിയാണി പോട്ട് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലേ, പാത്രങ്ങൾ കണ്ടാൽ നമുക്ക് അങ്ങോട്ടേക്കൊരു സൈഡ് വലിവൊക്കെ വരും. എനിക്കും അങ്ങനെയാണ് കേട്ടോ. എല്ലാ പാത്രങ്ങളും എടുക്കാൻ തോന്നും, പക്ഷേ മണി എന്നൊരു സംഭവം കൂടെ വേണമല്ലോ. അപ്പോൾ ഇന്ന് ഒരു ഓഫറിൽ കിട്ടിയതാണ് ഈ ബിരിയാണി പോട്ട്. എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അത് വാങ്ങിക്കണമെന്ന്. അങ്ങനെ അതും വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം തന്നെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇന്ന് 2 ദിവസം വെക്കേഷന് നിൽക്കാമെന്ന് കരുതി വന്നതാണേ. അപ്പോൾ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. നല്ല മഞ്ഞ് മൂടി കിടക്കുന്നത് കണ്ടോ. ഇത് ഇച്ചിരി മുകളിലായിട്ടാണ് ഈ വീടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ മുറ്റത്തൊക്കെ ചുറ്റും മരങ്ങളും. ഞാൻ പോകുന്ന സമയത്ത് ഇതൊന്നും ഇത്ര വളർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഇപ്പം 4 കൊല്ലമായിട്ടുണ്ട്. ഒരു 10 വർഷത്തോളം 10 വർഷമല്ല 8 വർഷത്തോളം ഇവിടെയാണ് കേട്ടോ താമസിച്ചത്. അങ്ങനെ അപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെയിൽ കൊള്ളാനായിട്ട് ഇറങ്ങി നടന്നതാണ്. പിന്നെ ഇതാ അടുക്കളയിലേക്ക് കയറി നോക്കിയപ്പോഴത്തേക്കും അമ്മ തെക്കിടിയൊക്കെ ഇടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ കറി വെച്ചേക്കാമെന്ന്. അങ്ങനെ ഞാൻ ചിക്കൻ കറിക്കുള്ള സബോളയൊക്കെ അരിയാനായിട്ട് വെളിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മറിയൂസ് മണ്ണ് വാരിക്കളിയാണ്. അതിനാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ ഒരു ചാമ്പയ്ക്ക കാണിച്ചില്ലേ, അത് ഞാനിവിടെ നട്ടുപിടിപ്പിച്ചതാണേ. നിറയെ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.